വിവരം വല്ലതും കിട്ടിയോ മോനെ? ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട് മുത്തശ്ശി. അറിയാവുന്ന ആരോ ആണ് ഇതിന്റെ പിന്നില്, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. തെറ്റ് മോന്റെ ഭാഗത്തുകൊണ്ട്. രജിസ്ട്രേഷൻ അമ്മയെ തനിച്ചു വിട്ടത് ഒട്ടും ശരിയായില്ല. കൂടെ മോനും പോണമായിരുന്നു. അത് ശരിയാ. ഞാൻ പോകാനിട്ടാണോ? സമ്മതിക്കാതിരുന്ന അമ്മ തന്നെയല്ലേ? അല്ലെങ്കിലും ചില നേരത്തെ അമ്മ ഇങ്ങനെ പിടിവാശി കാണിക്കും. പോയപ്പോ ആർക്ക് പോയി? എനിക്ക് പോയി. സൂചന കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ആരാ ആള്? അല്ല, ഞങ്ങൾ അറിയുന്ന ആരെങ്കിലും ആണോ? നിങ്ങളറിയില്ല. അവനെ പിടിക്കാൻ എന്താ മാർഗം? എളുപ്പമല്ല, എന്നാലും ശ്രമിച്ചല്ലേ പറ്റൂ. ആദ്യം അവൻ തന്നെയാണോന്ന് ഉറപ്പിക്കണം. ഉറപ്പായി കഴിഞ്ഞാൽ അവൻ ഒളിച്ചു താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ ചെന്ന് പിടിക്കണം. പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് തീർന്നു. അതുപോലെയല്ല ചെയ്യല്. നിനക്കിപ്പോ സമയം ഇത്തിരി മോശം, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എന്തെങ്കിലും ചെയ്യാൻ. സ്വന്തം കഴിവില് വിശ്വാസമില്ലാത്തവരമ്മേ സമയത്തെ കുറ്റം പറയുന്നത്. ഞാൻ അത്രക്കാരനല്ല. എനിക്ക് കിട്ടേണ്ട 30 ലക്ഷം പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനും എനിക്കറിയാം. അത് ഞാൻ ചെയ്തിരിക്കും. വേണം മോനെ. ഒരു ആയുഷ്കാലം മുഴുവൻ പണിയെടുത്താലും 30 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. ആ സ്ഥലം വിറ്റത് മുത്തശ്ശിക്ക് വേണ്ടിയാ. മുത്തശ്ശിയുടെ സ്ഥലത്തിന്റെ കടം തീർക്കാൻ. അതിപ്പോ മുടങ്ങി. അതിലാ എനിക്ക് സങ്കടം. അതൊന്നും ഇപ്പൊ സാരമാക്കണ്ട മോനെ. പോയ കാശ് കണ്ടെത്താൻ നോക്ക്. അതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. ഞാനൊന്ന് വിശദമായിട്ട് അന്വേഷിക്കട്ടെ മുത്തശ്ശി. അത് കഴിഞ്ഞ് ബാക്കി പറയാം. മോനെ, ആ റൂബി പോലീസിന്റെ മരണത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണേ. ആരാ എന്താന്നൊക്കെ ഒന്ന് തിരക്കേക്ക്. അത് വേണോ? അതറിയായിരുന്ന അത്രയും നല്ലത്. അറിഞ്ഞു കഴിഞ്ഞാ സമാധാനം പോവും. വെറുതെ എന്തിനാ അതിന് നീക്കുന്നത്?